ഡബിൾ മോഹനൻ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പുഷ്പരാജാണ് പുള്ളി. അതായത് ചന്ദനക്കള്ളക്കടത്താണ് പരിപാടി മറയൂരില്. ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്കറിയാം ചന്ദനം പരിപാടിയൊക്കെയാണ്. ഇതിനകത്ത് പുഷ്പയുടെ റെഫറൻസ് ഒക്കെ ഇതിനകത്തും പോയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ പുഷ്പ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റാർ എന്ന് പറയുന്നത് രശ്മിക മന്ദാനയാണ് അല്ലെ. എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഡയലോഗ് അടിക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും സ്ക്രീനിൽ നോക്കിയിട്ട് കരയായിരുന്നു. അതിനകത്ത് രശ്മികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രിയംവദ കൃഷ്ണനാണ്. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു വ്യത്യാസം. പിന്നെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു ഒരേ ലെവലിൽ തന്നെ അങ്ങ് പോകുന്ന പോലെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത്. സത്യത്തില് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജയൻ നമ്പ്യാർ ആണ്. ജയൻ നമ്പ്യാർ എന്ന് പറയുന്നത് നമ്മുടെ സച്ചിയുടെ അസോസിയേറ്റ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാല് ഈ സിനിമയില് സച്ചിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാലോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഈഗോ ക്ലാഷ്, ഒരു മെയിൽ ഈഗോ ക്ലാഷ് എന്ന് തന്നെ പറയണം നമ്മൾ അതിനകത്ത്. ആ ഒരു ഈഗോ ക്ലാഷ് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ലെവൽ അറിയാലോ നമുക്ക്. അതായത് ഗ്രൗണ്ടിലാണ് സത്യത്തിൽ ആ സിനിമ നിൽക്കുന്നത്. അത് ആകാശം വിട്ട് എന്താ പറയാ ഒരു സൂപ്പർ നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു സൂപ്പർ ഹ്യൂമൻ, ഒരു എക്സ്ട്രാ ഹ്യൂമണിസ്റ്റിക് സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു അത്. അടി കൂടാണെന്നുണ്ടെങ്കിൽ ചേറിൽ കടന്നിട്ടുള്ള അടി തന്നെ, അല്ലാതെ ഒരു ഇടിക്ക് പറന്നു പോയി വീഴുന്ന രീതിയിലുള്ള അജാതി സാധനങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആ സിനിമ കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഈഗോ ക്ലാഷും രണ്ടാൾക്കാർ തമ്മിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, രണ്ട് സൈഡിൽ രണ്ട് ഈക്വൽ വെയിറ്റിൽ വരുന്ന ആൾക്കാര്, എന്താ പറയാ ആൾക്കാർ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്തുള്ള ഒരു ബ്യൂട്ടി അത് നമുക്ക് കറക്റ്റ് കാണാം അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്. അത് സച്ചി ചെയ്ത് വെച്ചേക്കുന്നത് അത് കിഡിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ അങ്ങേരെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ആ മനുഷ്യൻ ഇല്ലായ്മ ഈ സിനിമയിൽ നമുക്ക് കാണാം സത്യത്തില്. അതായത് അസോസിയേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നിട്ട് എനിക്ക് വലിയൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമ ആ ഒരു ഈഗോ ക്ലാഷ് വിട്ടിട്ട് ഇത് കുറച്ചും കൂടെ ഒരു കൊമേഴ്ഷ്യൽ സാധനമായിട്ട് ഈ സിനിമ പോയി എന്നുള്ളതാണ്. പിന്നെ കുറെ കൺഫ്യൂഷൻസ് എന്ന് പറയാൻ പറ്റില്ല, എന്തിനോ വേണ്ടി തിളക്കുന്ന കുറെ സാമ്പാർ മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമക്കകത്ത് ഉണ്ട് സത്യം പറഞ്ഞു. അതായത് ഇപ്പോ എന്താ പറയാ ഇതിനകത്തുള്ള സ്പോയിലർ ആണ് എന്നാലും പറയാം. ഇതിനകത്ത് പ്രിയംവദ കൃഷ്ണൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ അമ്മ ഒരു കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ശരീരം വിട്ട് ജീവിക്കേണ്ടി വന്ന സ്ത്രീയാണ്. അച്ഛൻ ആരാന്നറിയില്ല. അപ്പൊ ആ പേരുദോഷം മാറാൻ വേണ്ടിയിട്ട് ഈ പൃഥ്വിരാജ് ജീവിക്കുന്ന ഒരു മലക്ക് ആ പേര് ഇവളുടെ പേരിടുന്നത്, അതായത് കാമുകി അല്ലെങ്കിൽ ഭാര്യ എന്നൊക്കെ പറയുന്ന കൂടെ ജീവിക്കുന്ന രണ്ടാൾക്കാരാണ്. ആ പേരിട് ആ മലമുകളിലോട്ട് വണ്ടി ഓടിച്ചു പോവാണ്. എന്തിനാ അങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകേണ്ട ആവശ്യം? എന്നിട്ട് അതിന് കുറെ സീനുകള് എന്താ പറയാ, നമുക്കത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ സച്ചിയുടെ സിനിമകൾ അങ്ങനെ ആയിരുന്നില്ല ഈഗോ ക്ലാഷ് വരുന്നത്. ഇത് കുറെ ബിൽഡപ്പ് കുറെ സീനുകളാണ്. അതായത് മല കയറി പോകുന്ന സ്ഥലത്ത് എന്തിനാ അത് പോണതെന്ന് മനസ്സിലാവുന്നില്ല, അവിടെ പോയിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അതും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി. മല കയറി പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കയറി പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് റോഡൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് റോഡ് വെട്ടി, എന്നാ റോഡ് വെട്ടി പൂർത്തിയാക്കാൻ പറ്റിയില്ല, അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ട് പോകുന്നു. അവിടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്വന്തം കാമുകിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പേര് എഴുതി വെക്കുന്നു ആ മലയ്ക്ക്. പക്ഷെ ഇത് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ല എന്താ പറയാ ജീപ്പ് എടുത്തോണ്ട് പോയേക്കുന്നത് നമ്മുടെ വല്ല സ്വർഗത്തിലും പോയ പോലെയാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഭീകര ആർട്ടിഫിഷ്യാലിറ്റി. ഇത് എന്താ അങ്ങനെ ചെയ്തു വെച്ചെന്ന് മനസ്സിലാവുന്നില്ല. അതിനു വേണ്ടിയിട്ട് കുറെ കുത്തിക്കയറ്റിയ പാട്ടും കുറെ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള കുറെ മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം. അത് ഇതുകൊണ്ടാണ് പറഞ്ഞത് എന്തിനോ വേണ്ടി തിളക്കുന്ന കുറെ സാമ്പാറ മുഹൂർത്തങ്ങളായിരുന്നു ഈ സിനിമയ്ക്കകത്ത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ട്രെയിലറിലും ടീസറിലും കണ്ടിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതായത് ഈ ഫോറസ്റ്റിലൂടെ ഈ ചന്ദനം കൊണ്ട് പോകുന്ന സമയത്ത് ഫോറസ്റ്റുകാർ പിന്തുടരുന്നതും അവിടെയുള്ള ആ ഒരു ചേസ് തുടക്കത്തിൽ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിന് നമ്മൾ പറയാമല്ലോ ഒരു സീക്വൻസിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ. ഒരു ചേസ് ചെയ്യുന്ന സമയത്ത് ഈ സീക്വൻസിങ്ങിന്റെ ഒരു മിസ്സിങ്, അല്ലെങ്കിൽ ഇത് അടുക്കും ചിട്ടലും വെച്ചേക്കുന്ന ഒരു മിസ്സിങ് ഭയങ്കരമായിരുന്നു. അതായത് ഭയങ്കര ചെളിയൊക്കെ പുരണ്ട ഭയങ്കര ചെളിയൊക്കെ ഉള്ള ഒരു ടെറൈനിലൂടെ ജീപ്പ് ഓടിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര റിസ്കി ആയിട്ട് പോകുന്നതൊക്കെ കാണിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ടപ്പേന്ന് മാറിയിട്ട് നേരെ റൂട്ടിലൂടെ വണ്ടി പോവാ. അത് ആ ഷോട്ടുകൾക്കൊന്നും ഒരു ബന്ധമില്ലായ്മ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരു സിനിമ. അതായത് ഡബിൾ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ
കുറച്ച് എന്താ പറയാ ഓവർ ദ ടോപ്പിൽ നിൽക്കുന്ന ക്യാരക്ടർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ സത്യത്തില് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന നോവലിലുള്ള ക്യാരക്ടേഴ്സും അങ്ങനെയല്ല. സച്ചിയുടെ സിനിമകളും അങ്ങനെയല്ല. അത് ഗ്രൗണ്ട് റിയാലിറ്റീനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള സിനിമകളാണ്. ഈവൻ തോ അതിനകത്ത് സിനിമാറ്റിക് എലമെന്റുകൾ ഒരുപാട് കേറുന്നുണ്ടെങ്കിൽ കൂടെ. പക്ഷെ ഇത് അതുമായി ഒരു ബന്ധമില്ലാത്ത ഒരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നല്ല പ്രെഡിക്റ്റീവ് ആണ്. എന്താണ് ഇത് സംഭവിക്കുന്നത്, ആരാണ് ഇത് ചെയ്തേക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അതിനെ മുന്നേ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന രീതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും അത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കുന്ന ഒരു 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 സിനിമയായിട്ടാണ് എനിക്ക് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ തോന്നിയത്. പക്ഷെ തിയേറ്ററിൽ വൺ ടൈം വാച്ച് ആണ്. കാരണം സൗണ്ട് ഒക്കെ കൊള്ളായിരുന്നു. സൗണ്ട് ഒന്നും വലിയൊരു ഒരു എന്താ പറയാ പ്രശ്നമൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെന്റുകളൊക്കെ ഈ സിനിമയ്ക്ക് അകത്തുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്തുള്ള കോമഡികള് നല്ല രസമുണ്ടായിരുന്നു. അതായത് മറ്റേ തേങ്ങ എറിഞ്ഞിട്ട് അതിനെ വെടിവെച്ച് കൊള്ളിക്കുകയാണ്. അപ്പൊ മുകളിൽ നിന്ന് ഒരുത്തന്നെ എറിയാണ് തേങ്ങ. അപ്പൊ അവസാനം വെടി കൊള്ളുമ്പോ പറയുന്നുണ്ട് ശരിക്കും തേങ്ങ എടുത്തിട്ട് ഉണ്ടയിലേക്കാണ് അവൻ എറിഞ്ഞതെന്ന് പറയുന്ന കുറെ സാധനങ്ങള്. അങ്ങനെ കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ജെന്യൂൻലി നമുക്ക് ചിരി വരുന്ന കുറെ മൂമെന്റുകളൊക്കെ ഇതിനകത്ത് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് സച്ചി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സിനിമ, അതേപോലെ തന്നെ ഈഗോ ക്ലാഷ് വരുന്ന ഒരു സിനിമ, തന്റെ ഗുരുനാഥനും അല്ലെങ്കിൽ തന്റെ അധ്യാപകനും ശിഷ്യനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം എന്നുള്ള ലെവലിലാണല്ലോ ഈ സിനിമയുടെ പ്രൊമോഷനും എല്ലാം വന്നേക്കുന്നത്. എന്നാൽ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി നോവലൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരത്തേക്ക് വേറെ എന്തോ സംഭവിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിനിമ ഇതിലേക്ക് തന്നെ ആ ഒരു ടോപ്പിക്കിലേക്ക് വന്ന് പിന്നെ അങ്ങനെ അങ്ങ് അവസാനിച്ചു പോകുന്നു എന്നുള്ള ലെവലിലാണ് സിനിമയുള്ളത്. അല്ലാണ്ട് നമ്മൾ അയ്യപ്പനും കോശിയിലും കണ്ട പോലെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെയുള്ള ആ ഒരു ആർക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ ബിൽഡ് ചെയ്ത് വന്ന് അതിന്റെ ഒരു റെസൊല്യൂഷനിലേക്ക് പോകുന്ന ഒരു സാധനം, അങ്ങനെയുള്ള ഒരു സിനിമയല്ല സത്യത്തിൽ ഇത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഭയങ്കര ക്ലീശയായിട്ട് ക്രിഞ്ചായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രത്തോളം നമുക്ക് അങ്ങനെ തോന്നത്തില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഈ സിനിമക്കകത്ത് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു. അതിരുന്ന് കാണാനൊക്കെ രസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ടെറൈൻ, അത് നമുക്കറിയില്ല, കാന്താരയുടെ സിനിമാറ്റോഗ്രാഫറാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫറായിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഫ്രെയിം വെച്ചേക്കുന്നതും സ്ഥലങ്ങളും ഇതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജിനെ കുറെ ഭയങ്കരമായിട്ട് ടാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കുറെ സാധനങ്ങൾ അങ്ങ് ചെയ്തു വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഏ ക്യാരക്ടർ ആണെന്ന് തോന്നിപ്പോവും ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്. എല്ലായിടത്തും അങ്ങനെ തോന്നില്ലെങ്കിൽ ചിലപ്പോ ഒക്കെ ക്ലോസിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ടാൻ അടിച്ചപ്പോ എനിക്ക് തോന്നുന്നു കാലിന് ടാൻ അടിക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. കാരണം കാല് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് അധികം ടാൻ ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള കാല് കാണുന്നുണ്ടായിരുന്നു ഈ ഒരു സിനിമക്കകത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയുടെ ഒരു എന്താ പറയാ ഒരു മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തൊരു പാട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ പാട്ടുണ്ട്. അത് കേൾക്കാൻ നല്ല രസമുണ്ടോ കേട്ടോ. അതായത് നമ്മുടെ അയ്യപ്പൻ കോശിന് മറ്റേ കലക്കാത്ത സന്തരം ആ പാട്ടുണ്ടല്ലോ, അതിനോടൊക്കെ ഒരു റിസംബ്ലൻസസ് ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഒന്ന് ഈ രണ്ട് സിനിമയുടെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഈ രണ്ട് സിനിമയുടെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് ഏറെക്കുറെ സെയിം ആണ്. അതായത് വളരെ അപരിഷ്കൃതം എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ഈ ഡെവലപ്മെന്റ് അധികം എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കഥയാണ് ഈ രണ്ട് സിനിമയും പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അത്തരം സാധനങ്ങളിലൊക്കെ ഒരു സിമിലാരിറ്റിയും നമുക്ക് ഈ സിനിമക്കകത്ത് തോന്നും. അതായത് ഈ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് അത് കറക്റ്റ് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു സീൻ ഉണ്ട് കേട്ടോ. അതായത് ഈ മാഷ് ഒരു സ്ഥലത്ത് വീഴുന്നത്, അയ്യോ, അത് കണ്ടിരിക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അത് ക്രിഞ്ചായത് കൊണ്ടല്ല, പക്ഷെ നമുക്കത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇതാണ്. നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെടിപ്പ് എന്ന് പറയും അങ്ങനെ കാണുന്ന സമയത്ത് അത് തോന്നുന്നു നമുക്ക് ആ ഒരു സീനും ആ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത്. അത് പിന്നീട് അതിനങ്ങ് ബിൽഡ് ചെയ്തിട്ട് അതിനുശേഷം അയാളുടെ ഒരു എന്താ പറയാ, സംഗീതലേഖനാണ് ക്യാരക്ടർ അവിടെ വരുന്നത്. ആ ഒരു ട്രോമയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എന്റെ പൊന്നോ, അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഷമ്മി ചെയ്തേക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ഷമ്മി ഹീറോ ആണടാ, ഹീറോ. അതായത് കറക്റ്റ് ഇതിനകത്ത് ഷമ്മി ഹീറോ തന്നെയാണ് ആ ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത്. കാരണം പുള്ളി ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് സത്യത്തിൽ ക്യാരക്ടർ എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ വിജയരാഘവനൊക്കെ ഇപ്പൊ ചെയ്യുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ,
അതുപോലത്തെ ക്യാരക്ടറുകൾ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ലെവലിലാണ് പുള്ളി ഓൾറെഡി. പക്ഷെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഷമ്മി തിലകനെ എന്നുള്ളത് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് ഒരു രക്ഷയില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുക, ആ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിനകത്ത് പ്രിയംവദ കൃഷ്ണനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജും തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളാണ്. കുറച്ചൊക്കെ രസമുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഓവറായിട്ട് അത്തരം റൊമാൻറ്റിക് സാധനങ്ങൾ കാണിച്ച പോലെ എനിക്ക് തോന്നി. കാരണം അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രയ്ക്ക് അങ്ങ് ഇമ്പോർട്ടൻസ് അത്തരം ഒരു റൊമാൻസിന് ഈ സിനിമയ്ക്ക് ആയിട്ടില്ല. പക്ഷെ ഇവരുടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓക്കെ. പക്ഷെ അത് പല പല സമയത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഒരു സുഖമായിട്ട് തോന്നിയില്ല അത് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ് ഈ നമ്മുടെ വിലായത് ബുദ്ധ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നിങ്ങൾ സച്ചി ചെയ്യാനിരുന്ന ഒരു സിനിമ, സച്ചിയുടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ, അത് അവരങ്ങനെ തന്നെയാണ് അത് മാർക്കറ്റ് ചെയ്തേക്കുന്നു കേട്ടോ. അപ്പൊ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയായിട്ട് കമ്പയർ ചെയ്തിട്ട് കമ്പാരിസനോട് കൂടെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊക്കെ പറ്റിയ പോലെ നിങ്ങൾക്ക് ഈ സിനിമ ഒട്ടും സാറ്റിസ്ഫൈ ആവാതെ ഇറങ്ങി വരേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള വേറൊരു സിനിമ എന്നുള്ള ലെവലിൽ തന്നെ, ഒരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള ലെവലില് ആ നോവലിനെയും കൂടെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഈ ഒരു സിനിമ സാറ്റിസ്ഫൈ ആവാനും സാധ്യതയുണ്ട്.